വർഷം 1945 ഏപ്രിൽ മാസം. യൂറോപ്പ് യുദ്ധത്തിന്റെ കെടുതികളാൽ ശ്വാസം മുട്ടിക്കഴിയുകയായിരുന്നു. ബേർലിൻ നഗരം സോവിയറ്റ് സൈന്യത്തിന്റെ ശക്തമായ പിടിയിലമർന്നിരുന്നു. ഹിറ്റ്ലർ തന്റെ ഭൂഗർഭ ബങ്കറിൽ ഒളിഞ്ഞു കഴിയുന്നു. തന്റെ സ്വപ്നങ്ങളെല്ലാം തകർന്നടിഞ്ഞത് കണ്ട് നിസ്സഹായനായിരിക്കുകയായിരുന്നു. ഒരു കാലത്ത് ലോകം കീഴടക്കുമെന്ന സ്വപ്നം കണ്ട സാമ്രാജ്യം തകർച്ചയുടെ വക്കിലെത്തിയിരിക്കുന്നു. പക്ഷേ ആ മരണക്കളത്തിലും ഹിറ്റ്ലറിന് ഒരു കാര്യം ഉറപ്പുവരുത്തണമായിരുന്നു. താൻ കൊന്നും കൊള്ളയടിച്ചുമുണ്ടാക്കിയ കോടിക്കണക്കിന് വരുന്ന സ്വർണവും അമൂല്യ വസ്തുക്കളും ശത്രുക്കളുടെ കൈകളിൽ പെടരുത്. ഇത് ഭാവിയിൽ തന്റെ ആശയങ്ങളെയും ഒരുപക്ഷേ തന്റെ അനുയായികളെയും ഒരു പുതിയ തുടക്കത്തിനായി സഹായിക്കും എന്നയാൾ വിശ്വസിച്ചു. അയാൾ തന്റെ ഏറ്റവും വിശ്വസ്തരായ 2 SS ഉദ്യോഗസ്ഥരെ ഹാൻസ് ഓപ്പൺഹൈമറിനെയും കാൾ ഷുമിറ്റിനെയും വിളിച്ചു വരുത്തി. ജർമ്മനിയുടെ സമ്പത്ത്, നമ്മൾ നേടിയതെല്ലാം ശത്രുക്കളുടെ കൈകളിൽ എത്തരുത്. അത് അപ്രത്യക്ഷമാകണം. എന്നേക്കുമായി അത് മറയ്ക്കണം. ഭാവിയിൽ നമ്മുടെ ആശയങ്ങളെ പുനരുജ്ജീവിപ്പിക്കാൻ അത് ഉപയോഗിക്കപ്പെടണം. ഹിറ്റ്ലർ വിറയാഴ്ന്നതും എന്നാൽ ദൃഢവുമായ ശബ്ദത്തിൽ കൽപ്പിച്ചു. ഈ സ്വർണം വെറും ലോഹക്കട്ടികളായിരുന്നില്ല. യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് കൊള്ളയടിച്ചതും ജൂതന്മാരുടെ കൈവശമുണ്ടായിരുന്നതുമായ സമ്പത്തായിരുന്നു അത്. ഓരോ സ്വർണ്ണക്കട്ടിക്കും പിന്നിൽ കണ്ണീരിൻ്റെയും രക്തത്തിൻ്റെയും കഥനകഥകൾ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. ഓപ്പറേഷൻ ഗോൾഡ് റെയിൻ എന്നായിരുന്നു അവരതിനെ വിളിച്ചിരുന്നത്. രഹസ്യത്തിന്റെ ചുമതല ഓപ്പൺഹൈമറും ഷുമിറ്റും ഏറ്റെടുത്തു. ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലുതും രഹസ്യവുമായ ഒരു സ്വർണ്ണക്കടത്തായിരുന്നു അത്. ബേർലിനിലെ റൈറ്റ്സ് ബാങ്കിന്റെ ആഴമേറിയ നിലവറകളിൽ നിന്ന് ഒരുപാട് ട്രക്കുകളിലും ട്രെയിനുകളിലുമായി സ്വർണ്ണക്കട്ടികളും വിലപിടിപ്പുള്ള ചിത്രങ്ങളും ആഭരണങ്ങളും ശീതീകരിച്ച ഇരുട്ടിലേക്ക് നീക്കം ചെയ്യാൻ തുടങ്ങി. ഓരോ നിമിഷവും ബോംബുകളുടെ ഭീകര ശബ്ദങ്ങൾ അവർക്ക് കൂട്ടായിരുന്നു. ഈ ദൗത്യത്തിൽ ഉൾപ്പെട്ട SS ഉദ്യോഗസ്ഥർക്ക് പോലും പൂർണ്ണമായ വിവരങ്ങൾ ലഭ്യമായിരുന്നില്ല. അവർ ഓരോരുത്തർക്കും വളരെ ചെറിയ ദൗത്യങ്ങൾ മാത്രമാണ് നൽകിയിരുന്നത്. ആർക്കും മുഴുവൻ ചിത്രം ലഭിക്കരുത് എന്നതായിരുന്നു ഹിറ്റ്ലറുടെ കർശന നിർദ്ദേശം. ട്രക്കുകൾ മഞ്ഞുമൂടിയ ആൽപ്സ് പർവ്വത നിരകളിലൂടെ അപകടകരമായ പാതകളിലൂടെ പാഞ്ഞു. കനത്ത ബോംബാക്രമണങ്ങൾക്കിടയിലും ശത്രു സൈനികരുടെ കണ്ണുവെട്ടിച്ചും മരണം മുഖാമുഖം കണ്ടും അവർ സ്വർണവുമായി ലക്ഷ്യസ്ഥാനത്തേക്ക് നീങ്ങി. ഷുമിറ്റാണ് സ്വർണത്തിന്റെ ഒരു പ്രധാന ഭാഗം ഓസ്ട്രിയയിലെ ടോപ്ലിറ്റ്സ് തടാകത്തിലേക്ക് കൊണ്ടുപോയത്. തടാകത്തിന്റെ ഇരുണ്ടതും ആഴമേറിയതുമായ അടിത്തട്ടിൽ, മനുഷ്യന്റെ കൈയെത്താത്ത ആഴങ്ങളിൽ അത് നിക്ഷേപിക്കപ്പെട്ടു. വരും കാലങ്ങളിൽ ആർക്കും അത് കണ്ടെത്താൻ കഴിയരുത് എന്നതായിരുന്നു ഷുമിറ്റിന്റെ ലക്ഷ്യം. ഇതിനായി പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത വെള്ളം കടക്കാത്ത കണ്ടെയ്നറുകളാണ് അവർ ഉപയോഗിച്ചത്. ഓപ്പൺഹൈമർ കൂടുതൽ സാഹസികവും ദുരൂഹവുമായൊരു മാർഗം തിരഞ്ഞെടുത്തു. സ്വിറ്റ്സർലൻഡിലെ ആൽപ്സ് പർവ്വത നിരകളിലെ അതീവ രഹസ്യമായൊരു ഗുഹയായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. ഈ ഗുഹയെക്കുറിച്ച് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ അറിയുമുണ്ടായിരുന്നുള്ളൂ. പ്രാചീന കാലത്ത് റോമക്കാർ ഖനനത്തിന് ഉപയോഗിച്ചിരുന്നതും പിന്നീട് ഉപേക്ഷിക്കപ്പെട്ടതുമായൊരു ഗുഹയായിരുന്നു അത്. ഗുഹയുടെ പ്രവേശന കവാടം വലിയ പാറകൾ ഉപയോഗിച്ച് മറയ്ക്കാനും രഹസ്യപാതകൾ സൃഷ്ടിക്കാനും അവർക്ക് സാധിച്ചു. ഗുഹയുടെ ഭിത്തികളിൽ ചില നിഗൂഢമായ ചിഹ്നങ്ങളും ആലേഖനം ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ അവയുടെ യഥാർത്ഥ അർത്ഥം ഓപ്പൺഹൈമറിന് മാത്രമേ അറിയുമുണ്ടായിരുന്നുള്ളൂ. ഈ രഹസ്യങ്ങൾ പുറം ലോകം അറിയാതിരിക്കാൻ ഈ ദൗത്യത്തിൽ പങ്കെടുത്ത ബഹുഭൂരിപക്ഷം SS ഉദ്യോഗസ്ഥരെയും അവർ തന്നെ ഇല്ലാതെയാക്കി. രഹസ്യം പുറത്താകാതിരിക്കാൻ ഹിറ്റ്ലർ എന്ത് ക്രൂരതയ്ക്കും മടിക്കില്ലായിരുന്നു. ഓപ്പൺഹൈമറിനും ഷുമിറ്റിനും മാത്രമാണ് ഈ നിധിശേഖരത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ വിവരങ്ങളുണ്ടായിരുന്നത്. എന്നാൽ യുദ്ധം അവസാനിക്കാറായപ്പോൾ ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തു. ജർമ്മനി കീഴടങ്ങി. ലോകം ഒരു പുതിയ അധ്യായത്തിലേക്ക് കടന്നു. ഓപ്പൺഹൈമറും ഷുമിറ്റും ലോകത്തിന്റെ കണ്ണിൽ നിന്ന് മാഞ്ഞു, ഒളിവിൽ പോയി. യുദ്ധാനന്തരം ലോകം ഈ അപ്രത്യക്ഷമായ സ്വർണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങി. എന്നാൽ ടോപ്ലിറ്റ്സ് തടാകത്തിൽ പലരും വർഷങ്ങളോളം തിരച്ചിൽ നടത്തിയെങ്കിലും ആർക്കും മുഴുവൻ സ്വർണം കണ്ടെത്താൻ കഴിഞ്ഞില്ല. ആൽപ്സ് പർവ്വത നിരകളിലെ ഗുഹയാകട്ടെ ഒരു ഐതിഹ്യമായി മാത്രം അവശേഷിച്ചു. പലരും ആൽപ്സ് പർവ്വത നിരകളിൽ നിധി തേടി അലഞ്ഞു. ചിലർക്ക് ചെറിയ സ്വർണ്ണക്കട്ടികൾ ലഭിച്ചെങ്കിലും പ്രധാന ശേഖരം എവിടെയാണെന്ന് ആർക്കും മനസ്സിലായില്ല. ഓപ്പൺഹൈമറും ഷുമിറ്റും ഈ രഹസ്യം തങ്ങളോടൊപ്പം മണ്ണോടടിഞ്ഞെന്ന് ലോകം വിശ്വസിച്ചു. എന്നാൽ ആരും അറിയാതെ ഒരു കാര്യം സംഭവിച്ചു. ഷുമിറ്റിനൊരു മകളുണ്ടായിരുന്നു. അവളുടെ പേര് ഹെർത്ത. യുദ്ധം അവസാനിച്ചതിന് ശേഷം അദ്ദേഹം അവളെ ഒരു ദൂരദേശത്തേക്ക് അയച്ചിരുന്നു, അവളുടെ സുരക്ഷയെ കരുതി. അവൾക്ക് സ്വർണത്തെക്കുറിച്ചോ അതിൻ്റെ രഹസ്യങ്ങളെക്കുറിച്ചോ ഒന്നും അറിയില്ലായിരുന്നു. അവളുടെ ബാല്യം ശാന്തവും സാധാരണവുമായിരുന്നു. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം തൻ്റെ പിതാവ് തൻ്റെ ജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ ഒരു ദുരൂഹമായ രോഗത്താൽ കഷ്ടപ്പെടുമ്പോൾ തൻ്റെ മകൾക്ക് ചില സൂചനകൾ നൽകി. അതൊരു ഭൂപടമോ വ്യക്തമായ നിർദ്ദേശങ്ങളോ ആയിരുന്നില്ല, മറിച്ച് ചില പഴഞ്ചൊല്ലുകളും കവിതകളും സംഖ്യകളും ചേർന്ന ഒരു രഹസ്യ കോഡായിരുന്നു. ഒരുപക്ഷേ തൻ്റെ തെറ്റുകൾക്ക് പ്രായശ്ചിത്തം ചെയ്യാനോ അല്ലെങ്കിൽ തൻ്റെ മകൾക്കൊരു പുതിയ ജീവിതം നൽകാനോ ആക്കാം അദ്ദേഹം ഇത് ചെയ്തത്. ഹെർത്തയ്ക്ക് തൻ്റെ പിതാവ് എന്താണ് പറയുന്നതെന്ന് ആദ്യം മനസ്സിലായില്ല. പക്ഷെ വർഷങ്ങളോളം ആ കോഡിൻ്റെ അർത്ഥം തേടി അവൾ അലഞ്ഞു. അവൾ തൻ്റെ പിതാവിൻ്റെ പഴയ സാധനങ്ങൾ പരിശോധിച്ചു. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെ കാണാൻ ശ്രമിച്ചു. ഒടുവിൽ തൻ്റെ പിതാവ് ഒരു കാലത്ത് ജോലി ചെയ്തിരുന്ന ഒരു പഴയ ലൈബ്രറിയിൽ വെച്ചാണ് അവൾക്കൊരു നിർണായക സൂചന ലഭിച്ചത്.
ആൽപ്സ് പർവ്വതനിരകളിൽ ഒരു പഴയ ഖനനരേഖയായിരുന്നു അത്. ആ രേഖയിൽ ഹിറ്റ്ലറുടെ ഒരു രഹസ്യയോഗത്തിൽ ഉപയോഗിച്ചതെന്ന് കരുതുന്ന ഒരു പ്രതീകവും അതിനോട് ചേർന്ന ചില അക്ഷരങ്ങളും അവൾ കണ്ടെത്തി. ഈ പ്രതീകം അച്ഛൻ നൽകിയ കോഡിന്റെ ഒരു പ്രധാന ഭാഗമാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. ഹെർത്ത തന്റെ പിതാവിന്റെ ഓർമ്മകളും ആ രഹസ്യങ്ങളും പിന്തുടർന്ന് ആൽപ്സ് പർവ്വതനിരകളിലേക്ക് യാത്ര തുടങ്ങി. മഞ്ഞുമൂടിയ കൊടുമുടികൾക്കിടയിൽ അവൾക്ക് തണുത്ത കാറ്റും ഏകാന്തതയും മാത്രമായിരുന്നു കൂട്ട്. ദിവസങ്ങൾ നീണ്ടുന്ന അന്വേഷണങ്ങൾക്കൊടുവിൽ, അപകടകരമായ മലയിടുക്കുകളിലൂടെയുള്ള യാത്രകൾക്കൊടുവിൽ അവൾ ആ രഹസ്യ ഗുഹയുടെ പ്രവേശന കവാടം കണ്ടെത്തി. വലിയ പാറകൾക്കിടയിൽ പ്രകൃതിയോട് ഇഴകിച്ചേർന്ന് കിടക്കുകയായിരുന്നു അത്. ഉള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ അവൾ കണ്ടത് കാലപ്പഴക്കത്താൽ നശിച്ചുപോയ തടികൊണ്ടുള്ള ഷെൽഫുകളും തുരുമ്പിച്ച ഉപകരണങ്ങളുമായിരുന്നു. ആ ഗുഹയുടെ ഒരു രഹസ്യ അറയിൽ ഒരു ഇരുമ്പുവാതിലിനു പിന്നിൽ അവൾ ആ സ്വർണ്ണശേഖരം കണ്ടെത്തി. ലക്ഷക്കണക്കിന് ഡോളർ വിലപിടിപ്പുള്ള സ്വർണ്ണക്കട്ടികൾ, രത്നങ്ങൾ, അമൂല്യ വസ്തുക്കൾ. ഹിറ്റ്ലറുടെ അക്രമങ്ങളുടെയും അത്യാഗ്രഹത്തിൻ്റെയും ഓർമ്മകൾ പേറുന്ന സ്വർണം. ഹെർത്ത ആ നിധി സ്വന്തമാക്കാൻ ശ്രമിച്ചില്ല. പകരം അവൾ ലോകത്തെ അറിയിച്ചു. സ്വർണം അതിൻ്റെ യഥാർത്ഥ ഉടമകൾക്ക് തിരികെ നൽകാൻ അവൾ പരിശ്രമിച്ചു. ഹിറ്റ്ലറുടെ അവസാനത്തെ രഹസ്യം അങ്ങനെ ഒരു ധീരയായ മകളുടെ പരിശ്രമത്താൽ ലോകത്തിന് മുന്നിൽ അനാവരണം ചെയ്യപ്പെട്ടു. ഈ കഥ അധികാരം, അത്യാഗ്രഹം, ഒടുവിൽ മനുഷ്യത്വത്തിൻ്റെയും നീതിയുടെയും വിജയം എന്നിവയുടെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ കഥയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? താഴെ കമൻറ്റ് ചെയ്യും.